എസ് രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് മടങ്ങി വരും എന്നത് തള്ളിക്കളയാതെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. എസ് രാജേന്ദ്രൻ പാർട്ടിയെയും പാർട്ടി രാജേന്ദ്രനെയും തള്ളി പറഞ്ഞിട്ടില്ല. മെമ്പർഷിപ്പ് പുതുക്കേണ്ടത് എസ് രാജേന്ദ്രൻ ചെയ്യേണ്ടതാണെന്ന് CV വർഗീസ് 24നോട് പറഞ്ഞു. ആ രാജേന്ദ്രനെയും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളത് രാജേന്ദ്രന്റെ ജോലിയാണ്. രാജേന്ദ്രൻ ആ മെമ്പർഷിപ്പ് പുതുക്കുക, രാജേന്ദ്രന് പാർട്ടി ഘടകമാണ് പിന്നെ തീരുമാനിച്ചു കൊടുക്കേണ്ടത്. മെമ്പർഷിപ്പിൽ ഇല്ലാത്ത ഒരാൾക്ക് ഘടകം തീരുമാനിക്കുകയോ ചുമതല നിശ്ചയിക്കപ്പെടുന്ന പ്രത്യേക ഒരു സാഹചര്യമില്ല. പിന്നെ രാജേന്ദ്രനെ സംബന്ധിച്ച് രാജേന്ദ്രൻ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി രാജേന്ദ്രനെ തള്ളി പറയേണ്ട സാഹചര്യം വന്നിട്ടില്ല. രാജേന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ, അൽവറുമായി ഞാൻ പോയ വഴിക്ക് വന്ന വഴിക്ക് കണ്ടൊരു കൂടിയാത്ര എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനപ്പുറം എന്തായിരിക്കുന്നത്? രാഹുൽ വിജയൻ, പല പാർട്ടിക്കാരും ഇപ്പോൾ എസ് രാജേന്ദ്രനെ മൂന്നാറിൽ പോയി കാണുന്നു, അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. ആ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് CPM അദ്ദേഹത്തിനൊരു മോഹവള്ളി ഇട്ടു കൊടുക്കുകയാണോ? എസ് സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്താണ് എസ് രാജേന്ദ്രൻ ഒരു വിലവെടുപ്പുള്ള നേതാവായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. പല നേതാക്കന്മാരും എസ് രാജേന്ദ്രനെ സമീപിക്കുന്നു, പല പാർട്ടികളും എസ് രാജേന്ദ്രനെ സമീപിക്കുന്നു, ആ പാർട്ടിയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു. അപ്പോഴൊക്കെ പാർട്ടിയെ തള്ളിപ്പറയാതെ, CPMനെ തള്ളിപ്പറയാതെ, എന്നാൽ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നില്ല എന്നും പറയാതെയുള്ള ഒരു അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിലുള്ള മറുപടി രാജേന്ദ്രൻ പറഞ്ഞ് നമ്മളെയും കുഴപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ എന്തായാലും CPMന്റെ ജില്ലാ സെക്രട്ടറി ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. CPMന്റെ ജില്ലാ സമ്മേളന കാലയളവാണ്. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന്റെ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിന്മേൽ എസ് രാജേന്ദ്രനെതിരെ നടപടിയെടുക്കുന്നത്. അത് 3 വർഷമായിട്ടും അങ്ങനെ തന്നെ തുടരുകയാണ്. മെമ്പർഷിപ്പ് പുതുക്കേണ്ട സമയത്ത് രാജേന്ദ്രൻ പുതുക്കുകയും ചെയ്തിരുന്നില്ല. പലപ്പോഴായിട്ട് പുതുക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സമീപകാലത്തും ഈ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ രാജേന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി രാജേന്ദ്രനെയോ രാജേന്ദ്രൻ പാർട്ടിയോ തള്ളി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും വിധേന രാജേന്ദ്രനെതിരായിട്ടുള്ള നടപടികൾ തുടരുകയാണ് എങ്കിൽ അത് പൂർത്തിയാക്കിയ ശേഷം രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കുക. അതിനുശേഷം പാർട്ടിയിൽ ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണം, ഏത് തരത്തിലുള്ള ചുമതല നൽകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതായത് ഒരു മഞ്ഞുരുകുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതായത് പാർട്ടിയിലേക്ക് എസ് രാജേന്ദ്രൻ തിരിച്ചു വരാനുള്ള സാധ്യത ഇനിയും മങ്ങിയിട്ടില്ല എന്നുള്ളതാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.